വിശ്വയുവകേന്ദ്ര ഡൽഹിയുടെയും ഒയസ്ക ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യ ചാപ്റ്ററിന്റെയും നേതൃത്വത്തിൽ തെള്ളകം ചൈതന്യ പാഷ സെന്ററിൽ നടന്നുവന്ന ത്രിദിന ദുരന്ത നിവാരണ പരിശീലന പരിപാടി സമാപിച്ചു. ചൊവ്വാഴ്ച ആരംഭിച്ച ശില്പശാല അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. പ്രശ്നം വന്നാൽ അത് അടിയന്തരമായി കൈകാര്യം ചെയ്യാനും ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനും അവർക്ക് സുരക്ഷയെടുക്കാനും ഒക്കെയുള്ള ഒരു ട്രെയിനിങ് അത് കാലോചിതമാണ്. അങ്ങനൊരു സംരംഭം ഏറ്റെടുത്തതിന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി വിശ്വയുവകേന്ദ്രയും ഒയസ്കയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ താല്പര്യപൂർവ്വം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ രംഗത്ത് സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഞാൻ സമയം കൂടുതലെടുക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ് ഇവിടെ ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഒരു ഇൻട്രപ്ഷൻ വരുന്നത് നല്ലതല്ല എന്നെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ രംഗത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാനൊരു വിദഗ്ധനുമല്ല. ഞാൻ പക്ഷേ ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ റിസോഴ്സ് പേഴ്സൺസ് വന്നിട്ടുള്ളതിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് റീസൺസ് ആൻഡ് സൊല്യൂഷൻസ് ഇതൊരു വലിയ പ്രശ്നമാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ സംഘടനകളുടെ 80ഓളം പ്രതിനിധികളാണ് 3 ദിവസമായി നടന്നുവന്ന ശില്പശാലയിൽ പങ്കെടുത്തത്. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അമാനത്ത് BA, ഡോക്ടർ ജോസ് ജോസഫ്, അനൂപ് രവീന്ദ്രൻ, സതീഷ് NV, ജോൺ ജോർജ്, ഡോക്ടർ സുധോധനൻ, ഡെസി ഡേവിസ്, AP തോമസ് എന്നിവർ ക്ലാസുകളെടുത്തു. ഒയസ്ക ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി അരവിന്ദ് ബാബു, വിശ്വയുവകേന്ദ്ര പ്രോഗ്രാം ഓഫീസർ രജത് തോമസ്, ഒയസ്ക കോട്ടയം ജില്ലാ ചാപ്റ്റർ സെക്രട്ടറി സാജൻ ഗോപാലൻ, പ്രസിഡന്റ് AP തോമസ്, വൈസ് പ്രസിഡന്റ് J ജോസഫ്, ട്രഷറർ എബ്രാഹിം സക്കറിയ, സൗമിത്രൻ, ജിജോ V എബ്രാഹിം, ജേക്കബ് പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി.